ഫ്രണ്ടിൽ തൂങ്ങിക്കിടന്നിട്ട് എനിക്ക് ഇവിടുത്തെ ബ്ലോക്കിലൂടെയൊക്കെ യാത്ര ചെയ്യണമെങ്കിൽ ഇത് വേണം. ഇതാ വിളിക്കാത്ത കല്യാണത്തിന് പോയെന്നൊന്നും പറയരുത്. ആൾക്കാർ നിങ്ങൾ ഏറ്റെടുത്തു എന്നുള്ളതാണ്. അതാണ് തെങ്ങണക്കാർ. അതെ. ഹലോ, നമസ്കാരം. ട്രാവൽ ഇൻഡോർസിലെ മുഴുവൻ പ്രേക്ഷകർക്കും സ്വാഗതം. നമ്മൾ തെങ്ങണയിലാണ് ഉള്ളത്. തെങ്ങണയിൽ നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത് പാർട്ട് 5 ആണ്. അപ്പം ഞങ്ങളുടെ ഈ പാർട്ട് 5ലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞങ്ങളുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് അടിക്കുക, ബെല്ലൈക്കൻ ചെയ്യുക, കമന്റ് ഇടുക. നമുക്ക് തെങ്ങണയിലെ കാഴ്ചയിലേക്ക് ഒന്ന് പോയാലോ? അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് കണ്ണവെട്ടയിലാണ്. അങ്ങോട്ട് നേരെ പോയാലാണ് തെങ്ങണയിൽ നിന്ന് തൊട്ടടുത്തുള്ളൊരു സ്ഥലമാണ് കണ്ണവെട്ട. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ കണ്ണവെട്ടയിൽ നമ്മളൊരു ചേട്ടനെ കണ്ടിട്ടുണ്ട്. ആ ചേട്ടനോട് നമുക്ക് കണ്ണവെട്ടയിലെയും തെങ്ങണയിലും വിശേഷങ്ങളും കാര്യങ്ങളും ചോദിക്കാം. ആ കൂടെ ചേട്ടൻ ഒരു കുസൃതി ചോദ്യം ചോദിക്കാം, സമ്മാനം കൊടുക്കാന്നേ. ബാന്നൊക്കെ ഇങ്ങോട്ട്. ഹലോ ചേട്ടായി, എന്നാ ഉണ്ട് വിശേഷമൊക്കെ? നല്ല വിശേഷങ്ങള്. പേരെങ്ങനെയായിരുന്നു ചേട്ടന്റെ? എന്റെ പേര് ജോസ്. ഇവിടെ തന്നെയാണ് ജോസ് ചേട്ടന്റെ വീട്? എന്റെ വീട് ഇവിടെ ഇല്ല. എനിക്ക് വീട് ഇവിടുന്ന് ഒരു 3 കിലോമീറ്റർ ദൂരെയാണ്. 3 കിലോമീറ്റർ ദൂരെയാണ്. ഇപ്പൊ ഈ സ്ഥാപനമൊക്കെ തുടങ്ങിയിട്ട് എത്ര നാളായി? സ്ഥാപനം തുടങ്ങിയിട്ട് ഒരു 12 വർഷത്തോളമായി. 12 വർഷത്തോളമായി. തെങ്ങണയെ കുറിച്ചും കണ്ണവട്ടയെ കുറിച്ചൊക്കെ എന്താ ചേട്ടന്റെ അഭിപ്രായം എന്ന് പറഞ്ഞു? നല്ല അഭിപ്രായങ്ങളാണ്. നല്ല ആൾക്കാരാണ്. നല്ല സ്നേഹത്തോടു കൂടി സഹകരിക്കുന്നവരാണ്. നാനാജാതി മതസ്ഥരുണ്ട്. എല്ലാവരും നല്ല സഹകരണമായിട്ട് ജീവിക്കുന്നവരാണ്. പിന്നെ യാതൊരു കുഴപ്പങ്ങളും ഇവിടെ ഇല്ല. ശാന്തമായ ഒരു ഏരിയയാണ്. ഞങ്ങള് ട്രാവലിംഗ് തോട്ട്സ് എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനലിൽ വന്നേക്കുന്നതാണ്. അപ്പം അതിനോട് കൂടി കുസൃതി ചോദ്യങ്ങളും സമ്മാനങ്ങളൊക്കെ ഉണ്ട്. അപ്പം ചേട്ടനോട് ഞാനൊരു കുസൃതി ചോദ്യം ചോദിക്കും. കുസൃതി ചോദ്യം ചോദിച്ച് ചേട്ടൻ അതിന് ഉത്തരം പറഞ്ഞു കഴിഞ്ഞാൽ ചേട്ടൻ അടിപൊളി ഒരു സമ്മാനം ട്രാവലിംഗ് തോട്ട്സിന്റെ വകയായിട്ട് തരുന്നതായിരിക്കും. അപ്പം ആർക്കും ഇഷ്ടപ്പെടാത്ത ദേശം? ആർക്കും ഇഷ്ടപ്പെടാത്ത ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ദേശമൊക്കെ ഉണ്ട്, പക്ഷെ ഇത് ആർക്കും ഇഷ്ടപ്പെടാത്ത ദേശമാണ്. അതെ. അതെങ്ങനെ ഇരിക്കും ആ ദേശം? ആ ദേശം ഏകദേശം ഇങ്ങനെയൊക്കെ തന്നെ ഇരിക്കും. അപ്പോൾ എന്റെ ഐഡിയയിൽ വരുന്ന ഒരു ദേശം ഉപദേശമാണ്. ഉപദേശം. അപ്പൊ നമ്മുടെ ചേട്ടൻ പറഞ്ഞ ഉത്തരം ശരിയാണ്. അപ്പൊ ചേട്ടന് ട്രാവലിംഗ് തോട്ട്സ് നൽകുന്ന വലിയൊരു സമ്മാനമുണ്ട്. അപ്പൊ പ്രേക്ഷകരെ, ഉത്തരം പറഞ്ഞിരിക്കുകയാണ് നമ്മുടെ ചേട്ടൻ. അപ്പൊ ആ ചേട്ടന് ട്രാവലിംഗ് തോട്ട്സിന്റെ വകയായിട്ട് നമ്മൾ സമ്മാനം കൈമാറുന്നതായിരിക്കും. അപ്പൊ കറക്റ്റ് ഉത്തരം പറഞ്ഞ ജോസ് ചേട്ടന് ബോധിനിയുടെ മസാല കൂട്ടുള്ള കിറ്റാണ് നമ്മൾ കൊടുക്കുന്നത്. ഏകദേശം 1 മാസം വരെ ലാവിഷായിട്ട് ഉപയോഗിക്കാവുന്ന മല്ലിപ്പൊടി, മുളക് പൊടി എന്ന് വേണ്ട എല്ലാ മസാല കൂട്ടുകളും ബോധിനിയുടെയാണ്. അപ്പൊ ട്രാവലിംഗ് തോട്ട്സിന്റെ വകയായിട്ട് ഈ സമ്മാനം നമ്മൾ ജോസ് ചേട്ടന് കൈമാറുന്നു. വെൽക്കം. ഇനി ഇതേപോലെ ഞങ്ങൾ വരും. അപ്പൊ ജോസേട്ടൻ പവറായിട്ട് ഇവിടെ ഉണ്ടാവും. ഓക്കെ. അപ്പൊ നമ്മളൊരു സഹോദരിയെ കണ്ടിരിക്കുകയാണ്. നമുക്ക് കുസൃതി ചോദ്യങ്ങൾ ആ സഹോദരിയുമായിട്ടൊന്ന് പങ്കുവെക്കാം. ഉത്തരം പറയോ ഇല്ലോ നമുക്ക് നോക്കാം. ഹലോ, ഇങ്ങനെ മേഡത്തിന്റെ പേര് എന്തായിരുന്നു? എന്റെ പേര് ബിനീത. ബിനീത ഇവിടെ തന്നെയാണോ വർക്ക് ചെയ്യാണ്? സ്വന്തം സ്വദേശം എവിടെയാണ്? ഞങ്ങൾ ട്രാവലിംഗ് തോട്ട്സ് എന്ന് പറയുന്ന യൂട്യൂബ് ചാനലാണ്. അപ്പൊ ഞാനൊരു കുസൃതി ചോദ്യം ചോദിക്കും. അതിന് ഉത്തരം പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു സമ്മാനം ഉണ്ടാവും. ഓക്കെ അല്ലേ? ആരും ഇഷ്ടപ്പെടാത്ത ഒരു ദേശം? ദേശം. അപ്പൊ നമ്മുടെ സഹോദരി സ്വദേശം എന്നാ പറഞ്ഞിരിക്കുന്നത്. സ്വദേശം തെറ്റാണ്. ഹലോ സുഹൃത്തുക്കളെ, ഞാൻ തെങ്ങണയിലുള്ള മാക്സ് ടൈൽസ് ആൻഡ് ഗ്രാനൈറ്റ്സിന്റെ ഫ്രണ്ടിലാണ് ഉള്ളത്. കേരളത്തിൽ തന്നെ സർവീസുകൾ നടത്തുന്ന ഒരു ഹ്യൂജ് ബ്രാൻഡഡ് നെയിമാണ് മാക്സ് ടൈൽസ് ആൻഡ് ഗ്രാനൈറ്റ്. ഇവിടെ ടൈൽസിന്റെയും ഗ്രാനൈറ്റിന്റെയും അതേപോലെ സാനിറ്ററീസിന്റെയും വലിയ ഒരു ശേഖരം തന്നെയുണ്ട്. അപ്പോൾ നമുക്ക് അതിന്റെ കാഴ്ചകൾ ഉള്ളിൽ പോയി കാണാം. ഹലോ, നമസ്കാരം. സാറുണ്ടോ? നമുക്കേ ആദ്യം ഇവിടുത്തെ ഓണറിനെ കണ്ട് സംസാരിച്ചിട്ട് വേണം ഇവിടുത്തെ കാഴ്ചകളും വിശേഷങ്ങളിലേക്കൊക്കെ പോകാൻ. വാ. ഹലോ, നമസ്കാരമുണ്ട്. നമസ്കാരം. എന്നാ ഉണ്ട് വിശേഷമൊക്കെ? നമ്മൾ നിങ്ങളുടെ ഷോറൂമിലേക്ക് വന്നതേ നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ഇവിടുത്തെ ടൈല് അതുപോലെ തന്നെ ഗ്രാനൈറ്റിനെ കുറിച്ചൊക്കെ ഒരു ഇൻഫർമേഷൻ പാസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇവിടുത്തെ കളക്ഷനെ കുറിച്ചൊക്കെ ഒന്ന് അറിയാൻ വേണ്ടിയിട്ട് വന്നതാണ്. അപ്പം സാറിന്റെ പേരെങ്ങനെയായിരുന്നു? നൂർഷ. സ്വദേശം ഇത് തന്നെയാണോ അതോ? ഇല്ല, ഞങ്ങൾ അമ്പലപ്പുഴക്കാരാണ്. നിങ്ങൾ എത്ര വർഷമായിട്ട് ഈ മേഖലയിലുണ്ട്? 20 വർഷത്തോളമായിട്ട് ഈ മേഖലയിലുണ്ട്. ഷോറൂം 7 വർഷമായി. അതേപോലെ തന്നെ ഇവിടെ ഒരു സ്റ്റുഡിയോ ഈ ഷോറൂമിൽ പുതിയൊരു സ്റ്റുഡിയോ ഓപ്പൺ ചെയ്തിട്ടെന്ന് പറയുന്നത്, അതും ഞങ്ങൾ പ്രേക്ഷകർക്കൊന്ന് കാണുന്ന ആഗ്രഹമുണ്ട്. അപ്പോൾ സാറ് അതിന് വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനം കൂടി ചെയ്തു തരുമായിരുന്നെങ്കിൽ. നമ്മളിപ്പോൾ പുതിയ സ്റ്റുഡിയോ എന്ന് പറഞ്ഞാൽ ഗ്രാൻഡ് ടൂറിസ്റ്റ് എന്ന് പറഞ്ഞൊരു ബ്രാൻഡാണ്. അതൊരു ലക്ഷറി സെഗ്മെന്റിൽ വരുന്ന ബ്രാൻഡാണ്. അതിൻ്റെ കോട്ടയം ജില്ലയിലെ എക്സ്ക്ലൂസീവ് നമ്മളാണ് ചെയ്യുന്നത്.
നമുക്ക് അതിന് അവിടെ മുകളിൽ നമുക്ക് സ്റ്റാഫ് ഉണ്ട്, നമുക്ക് അതിന് അങ്ങോട്ട് ചെയ്യാം. അപ്പൊ നമ്മൾ കയറി ചെന്ന് കഴിഞ്ഞാൽ സ്റ്റാഫ് എല്ലാം നമ്മൾ എല്ലാവരും കാണിച്ചു തരും, കാര്യങ്ങളെല്ലാം അവർ പറഞ്ഞു തരും. അതിന് നമുക്ക് എല്ലാത്തിനും സ്റ്റാഫ് ഉണ്ട്, ഇവിടെ എല്ലാ കാര്യങ്ങളും അവർ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരും. ഓക്കെ, വാ ഒരു സംഭവം കാണിക്കാം. മൊറോക്കൻ പാറ്റേണിലുള്ള ടൈലുകളാണ് ഇതെല്ലാവേ. നോക്കിയേ, ഇത് ഭംഗിയുള്ള ടൈലുകളാന്ന് നോക്കിയേ. നമ്മളെ ഇവിടുന്ന് നേരെ പുതിയ സ്റ്റുഡിയോ ഓപ്പൺ ആയിട്ടുണ്ട്. അവിടുത്തെ കാഴ്ചയിലേക്ക് നമുക്ക് ആദ്യം പോകാം. ബാ. ഹലോ, ഹായ്, എന്നാ ഉണ്ട് വിശേഷമൊക്കെ? സുഖം തന്നെ. പേരെങ്ങനെയായിരുന്നു? പേര് വിഷ്ണു. വിഷ്ണു. അപ്പൊ നമ്മൾ ഇവിടുത്തെ കാഴ്ചകൾ ഒന്ന് കാണാൻ വേണ്ടി വന്നു, നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട്. അപ്പൊ എവിടുന്നാ തുടങ്ങണേ? നമുക്ക് ഇവിടുന്ന് തന്നെ തുടങ്ങാലോ. ആയിക്കോട്ടെ, ഇവിടുന്ന് തന്നെ ആയിക്കോട്ടെ. ഇത് നമ്മുടെ 80-240 സൈസിലുള്ള കിച്ചൺ ടേബിൾ ടോപ്പ്, അതുപോലെ തന്നെ നമുക്ക് വാഷ് ഏരിയയുടെ ടേബിൾ ടോപ്പ്, നമുക്ക് സിറ്റ് ഔട്ടിലേക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന സ്ലാബ് ടൈപ്പ് ആണ് വരുന്നത്. നമുക്ക് ഫുൾ ബോഡി മെറ്റീരിയൽ ആണ് വരുന്നത്. 15 തിക്നെസ് ഉള്ളതാണ്. അതിൻ്റെ അകത്ത് നമുക്ക് 2 ഫിനിഷിങ്ങിൽ അവൈലബിൾ ആണ്. ഗ്ലോസി ഉണ്ട്, അതുപോലെ തന്നെ മാറ്റ് ഫിനിഷിങ്ങിലും അവൈലബിൾ ആണ്. കസ്റ്റമറുടെ ചോയ്സ് അനുസരിച്ച് നമുക്കത് സെലക്ഷൻ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടല്ലേ? ഇപ്പോഴത്തെ ഏറ്റവും ട്രെൻഡിങ്ങിൽ പോകുന്ന മെറ്റീരിയൽസ് ഇതാ. ഇല്ലാത്ത നമുക്ക് ഡിഫറെന്റ് ആയിട്ടുള്ള ഒരുപാട് കളേഴ്സ് നമുക്ക് അവൈലബിൾ ആണ്. അപ്പൊ നമുക്ക് കിച്ചൺ ടേബിൾ ടോപ്പിലൊക്കെ ഇപ്പൊ ഏറ്റവും കൂടുതൽ എൻക്വയറി ഉള്ള ഒരു പ്രോഡക്റ്റ് ആണ് ഈ ഒലിവ് ഗ്രീൻ എന്നൊക്കെ പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ കോട്സ് വൈറ്റ് എന്ന് പറയുന്ന മെറ്റീരിയൽസ് വരുന്നുണ്ട്. ഈ വൈറ്റ് കളർ ഇപ്പോഴത്തെ ഏറ്റവും ട്രെൻഡിങ്ങിലുള്ള ക്യൂട്ട് ആയിട്ടുള്ള പ്രോഡക്റ്റ് ആണ് വരുന്നത്. ഇതാണ് അതിന്റെ ഒരു ഫുൾ സ്ലാബിന്റെ സൈസ് വരുന്നത്. ഇതാണ് 240-80 ആണ് ഇതിന്റെ സൈസ് വരുന്നത്. ഇത്രയും വലിയ അതെ, കിച്ചൺ ടേബിൾ ടോപ്പ്, അതുപോലെ നമുക്ക് സിറ്റ് ഔട്ട് ഏരിയയിലേക്ക് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന മെറ്റീരിയൽ ആണ് വരുന്നത്. ഫുൾ ബോഡിയാണ്, ടോപ്പ് ടു എൻഡ് ഒറ്റ ബോഡിയാണ്. അപ്പൊ നമുക്ക് മോൾഡിങ് 45 അങ്ങനെയുള്ള ഏരിയക്കൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന മെറ്റീരിയൽസ് ആണ്. ഇതിപ്പോ നമുക്ക് മാർക്കറ്റിലെ ഏറ്റവും ട്രെൻഡിങ്ങിലായിട്ട് അവൈലബിൾ ആയിട്ടുള്ള ഏറ്റവും വലിയ സൈസ് ആണ് വരുന്നത്. അതെ അതെ. പിന്നെ മാർക്കറ്റിൽ നമുക്ക് ട്രെൻഡിങ് ആയിട്ട് പോകുന്ന ഇതുപോലത്തെ 6x4 വരുന്നുണ്ട്. ഇത് അതുമാണല്ലോ. അതെ അതെ അതെ. ഒരുപാട് റെയർ ആയിട്ടുള്ള കളേഴ്സ് നമുക്ക് വരുന്നുണ്ട്. ഇതെന്താ ഈ ചെറിയ പീസുകൾ ഇങ്ങനെ വെച്ചിരിക്കുന്ന ഡിസ്പ്ലേ? ഇത് നമുക്ക് വരുന്നത് നോർമൽ ബ്രാൻഡിൽ വരുമ്പോൾ ഒരു ഗ്ലോസി അല്ലെങ്കിൽ മാറ്റ് ആണ് വരുന്നത്. നമ്മുടെ ഈ ഒരു ബ്രാൻഡിലേക്ക് വരുമ്പോൾ നമുക്ക് 11 സർഫസ് അവൈലബിൾ ആണ് വരുന്നത്. ഇപ്പൊ ഗ്ലോസിയിൽ തന്നെ 2 ഫിനിഷിംഗ് നമുക്ക് വരുന്നുണ്ട്. നോർമൽ ഗ്ലോസി ഉണ്ട്, അതുപോലെ തന്നെ ഹൈ ഗ്ലോസി വരുന്നുണ്ട്. പിന്നെ മാറ്റിലേക്ക് ഇത്രയും ഫിനിഷിംഗ് നമുക്ക് അവൈലബിൾ ആണ്. ഇതിപ്പോ നമ്മൾ അപ്പുറത്ത് കണ്ട 8x4 അതിന്റെ തൊട്ട് താഴെയുള്ള സൈസ് ആണ് വരുന്നത്. ഇത് ഗ്ലോസി ഫിനിഷിംഗ് ആണ് വരുന്നത്. ഇത് 120-180 ആണ് ഇതിന്റെ സൈസ് വരുന്നത്. 6x4 സൈസ് ആണ്. 6x4 ഇത് 6x4 സൈസ് ആണ്. ഇതൊരു ഗ്ലോസി ഫിനിഷിംഗ് ആണ് വരുന്നത്. ഇതിന്റെ തന്നെ സെയിം നമുക്ക് മാറ്റ് ഫിനിഷിംഗും അവൈലബിൾ ആണ് വരുന്നത്. ആ സെയിം ഫിനിഷിംഗിന്റെ തന്നെ സെയിം ഡിസൈൻ്റെ തന്നെ മാറ്റ് ഫിനിഷിംഗ് ആണ്. ഇത് മാറ്റല്ലേ? അതെ, മാറ്റ് ഫിനിഷിംഗ്. ടച്ച് ചെയ്ത് നോക്കി നമുക്ക് ഈസി ആയിട്ട് ക്ലീൻ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പൊ നമുക്ക് ലിവിംഗ് ഡൈനിങ്ങിലേക്ക് ഗ്ലോസ് സെലക്ട് ചെയ്യുന്ന കസ്റ്റമർക്ക് അവർക്ക് അതിന്റെ തന്നെ സെയിം മാറ്റ് ഫിനിഷിംഗ് നമുക്ക് കിച്ചണിലേക്ക് പോകാൻ. അപ്പം ഇതാകുമ്പോഴത്തേക്ക് നമുക്ക് സ്ക്രാച്ചസോ കാര്യങ്ങൾ വീഴത്തില്ല. വിഷ്ണു, അപ്പൊ ഇപ്പോഴത്തെ ട്രെൻഡിങ് കളേഴ്സ് ഒക്കെ ഏതാ? ഇപ്പൊ നമുക്ക് മാർക്കറ്റിൽ ഏറ്റവും കൂടുതൽ ട്രെൻഡിങ് കളേഴ്സ് വരുന്ന ന്യൂട്രൽ കളേഴ്സ് ആണ്. നമുക്കിപ്പോ ഈ ഒരു ടൈലിന്റെ ഡിഫറെന്റ് ആയിട്ടുള്ള കളർ ചേഞ്ച്, ഏകദേശം ഒരു 11ഓളം കളർ ചേഞ്ചുകൾ ഈ ഒരു സെയിം ഷെയ്ഡിന്റെ തന്നെ വരുന്നുണ്ട്. ഡിസൈൻ സെയിം ഒന്ന് തന്നെയാണ്, അതിന്റെ ഡിഫറെന്റ് ആയിട്ടുള്ള കളർ ചേഞ്ചുകളാണ്. ഇതിന്റെ തന്നെ നമുക്കൊരു പല ഡിഫറെന്റ് സൈസിൽ നമുക്ക് അവൈലബിൾ ആണ്. ഇത് കൊള്ളാമല്ലോ. ഇതിന്റെ സംഭവം വാൾപേപ്പറാ? വാൾപേപ്പർ സാർ, ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ വോൾട്ടൈലാണ് വരുന്നത്. വോൾട്ടൈലാണ് 4x2 സൈസിലുള്ള വോൾട്ടൈലാണ് വരുന്നത്. നമുക്ക് വോൾ ആൻഡ് ഫ്ലോർ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന മെറ്റീരിയൽ ആണ്. കൂടുതലും നമുക്ക് വോൾ ആയിട്ടാണ് പോകുന്നത്. ഇതൊക്കെ എന്താ സംഭവം? ഇത് നമ്മൾ ബാത്റൂമിന്റെ കളക്ഷൻസ് ആണ്. നമ്മൾ ഇപ്പം നോർമലി നമുക്ക് ബാത്റൂമിന്റെ നേരത്തെ കൺസെപ്റ്റിൽ വരുന്നതെന്ന് പറഞ്ഞാൽ ബാത്റൂം ടൈൽസ് ആയിട്ട് തന്നെ വരുന്നുണ്ടായിരുന്നു. ഇപ്പൊ നമുക്ക് മെയിൻ ഫ്ലോർ അല്ലെങ്കിൽ വെട്രിഫൈഡ് ടൈൽസ് തന്നെയാണ് നമുക്ക് ബാത്റൂം വോൾ ആയിട്ട് യൂസ് ചെയ്യുന്നത്. അതിന്റെ ഡിഫറെന്റ് ആയിട്ടുള്ള കളർ ചേഞ്ച് കാര്യങ്ങളാണ് നമ്മൾ ഈ സെറ്റ് ചെയ്തത്. വിഷ്ണു, ഇത് നമ്മൾ നേരത്തെ കണ്ട കിച്ചൺ ടോപ്പ് കൗണ്ടറിൽ ഫിറ്റ് ചെയ്യുന്ന? അതെ സാറേ, നമ്മൾ ആ 240-80 സൈസിൽ കണ്ട ആ ഒരു കൗണ്ടർ ടോപ്പ് നമ്മൾ ഇവിടെ ഒരു സാമ്പിൾ ആക്കി ചെയ്തേക്കുന്നല്ലേ. അതിന്റെ ഒരു കിച്ചന്റെ ഒരു എന്താ പറയുക, കിച്ചൺ വോള്, ആ ഒരു കിച്ചൺ ഏരിയയുടെ ഒരു ഡിസൈനിങ് ആണ്. നമുക്ക് നല്ല ഭംഗിയുള്ള കേട്ടോ, നല്ല ഭംഗിയുള്ള രീതിയിൽ തന്നെ നിങ്ങൾ ഇത് സെറ്റ് ചെയ്തത് കാണാൻ നല്ല രസമുണ്ട് കേട്ടോ. വിഷ്ണു, ഇതെല്ലാം മൊറോക്കൻ ടൈലാണോ? അതെ സാറേ, അതിന്റെ ഒരു കളക്ഷൻ ആണ് വരുന്നത്. അത് നമുക്ക് വരുന്നത് പല ഡിഫറെന്റ് ആയിട്ടുള്ള സൈസിൽ നമുക്ക് അവൈലബിൾ ആണ് വരുന്നത്. ഇത് പാണ്ട എന്ന് പറയുന്ന ഒരു സ്പാനിഷ് കമ്പനിയുടെ പ്രോഡക്റ്റുകളാണ് വരുന്നത്. വിഷ്ണു, ഇത് ക്ലാഡിംഗ് ടൈൽസ് അല്ലേ? അതെ സാറേ, അതായത് നമുക്ക് ക്ലാഡിംഗ് ഏരിയയിലേക്ക് നമുക്ക് സിറ്റ് ഔട്ട് വാള്, അതുപോലെ ഫില്ലർ അങ്ങനെയുള്ള ഏരിയക്കൊക്കെ നമുക്ക് ബേസ്മെന്റ് അങ്ങനെയുള്ള ഏരിയക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ ഇത് നമ്മുടെ വരുന്ന പ്ലാങ്ക്സ് ആണ് വരുന്നത്. വുഡൻ ഫിനിഷിങ്ങിലുള്ള ടൈൽസ് ആണ് വരുന്നത്. അടിപൊളി ഒരു സാധനം കാണിച്ചു തരുമ്പോ കണ്ടോ.
ഇത് നമുക്ക് വാൾപേപ്പറിന് പകരമായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന വാഷ് ഏരിയ, അതുപോലെ തന്നെ ഒരു ഹൈലൈറ്റർ റോളൊക്കെ ആയിട്ട് യൂസ് ചെയ്യാം. അടിപൊളി സാധനം. ഇനി നമ്മൾ കാണാൻ പോകുന്നത് സാനിറ്ററി സെക്ഷനാണ്. ആ സെക്ഷൻ നമ്മൾ പരിചയപ്പെടുത്തുന്നത് ഇദ്ദേഹമാണ്. നമുക്ക് ആദ്യം ഇദ്ദേഹത്തെ ഒന്ന് പരിചയപ്പെടാം. ഹലോ. ഹലോ, ചേട്ടൻ്റെ പേര്? എൻ്റെ പേര് ഷിബു. ഷിബു. അപ്പോൾ ശിവു ചേട്ടാ നമുക്കൊന്ന് തുടങ്ങിയാലോ? തീർച്ചയായിട്ടും. അപ്പോൾ ശിവു ചേട്ടാ, ഇതിനെക്കുറിച്ചൊക്കെ നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ടൊന്ന് വിവരങ്ങളൊക്കെ ഒന്ന് പങ്കുവെക്കുകയാണെങ്കിൽ വളരെ നല്ല ഉപകാരം. പിന്നെ തീർച്ചയായിട്ടും. ഇതിപ്പോൾ നമ്മൾ നോക്കുന്നത് പറഞ്ഞാൽ ഇത് കൺസീൽഡ് പാർട്ട്, അതായത് നമ്മുടെ വാൾ ഹാങ്, കൺസീൽഡ് വാൾ ഹാങ്ങിന് കൺസീൽഡ് ഭിത്തിക്കകത്ത് പോകുന്ന ടാങ്കാണിത്. ഓക്കെ. പിന്നെ ഇത് ഒരു ഫുൾ പെഡസ്റ്റൽ ബേസിനാണ്. ഇപ്പം അതേപോലെ ഇതെന്ന് പറയുന്നത് നമ്മുടെ മുസ്ലിം പള്ളികളിലൊക്കെ ചെയ്യാനായിട്ടുള്ള ഇതെല്ലാം എന്ന് പറഞ്ഞാൽ നമ്മൾ ബാത്റൂമിൽ ഗ്രേറ്റിംഗ്സ് എന്ന് പറയും, വെള്ളം പാനായിട്ട് നമ്മൾ വെക്കുന്നത്. പിന്നെ അതുപോലെ ഇതെല്ലാം അക്സസറീസ് ആണ്. സോപ്പ് ഡിഷ്, ഇത് നമ്മുടെ ലിക്വിഡ് ഡിസ്പെൻസർ, ഇത് മറ്റേ ടവലൊക്കെ ഇടുന്ന ടൈപ്പ്. ഇതെല്ലാം ഡബിൾ ടവലോട് ഇടുന്നതാണ്. ഇത് ചെറിയ ഡൈനിങ് ഹോളിലേക്ക് ഷവറിന്റെ ഇത് ഇപ്പം മിക്സർ ഇപ്പോഴത്തെ ഒരു കൺസെപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡൈവേർട്ടറാണ്. അതായത് കൺസീൽഡ് പാർട്ട് നമുക്ക് ഭിത്തിക്ക് അകത്തു പോകും. ഇത്രയും ഭാഗമേ നമുക്ക് ഉള്ളൂ. ഇതിലാണ് നമ്മുടെ ഓപ്പറേഷൻ നടക്കുന്നത്. ബാക്കി ഈ ഒരു ടാപ്പും വരും. ഇതെന്ന് പറഞ്ഞാൽ ഇത് ഓപ്പൺ ആയി കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് വെള്ളം വരും. ഇത് ഹോട്ട്, ഇത് കോൾഡ്. ഇത് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ആയി കഴിഞ്ഞാൽ മേളിൽ നിന്ന് വെള്ളം വരും. ഇതെല്ലാം വാഷ് ബേസിൻ അല്ലേ? ഇതെല്ലാം നമ്മുടെ ബാത്റൂമിലേക്ക് വെക്കുന്ന ബേസിൻസ് ആണ്. ഇത് ഗ്ലാസ്സിൽ ലൈറ്റ് വരുന്നത് സ്വിച്ച്. അത് ഇതാണ്. ഇത് ബാക്കിൽ ഇതിന്റെ ലൈറ്റ് എല്ലാം വരുന്നത്. അതുപോലെ ക്ലോസറ്റ്, ഇതാണ് വാൾ മൗണ്ട് എന്ന് ഞാൻ പറഞ്ഞ കൺസീൽഡ് ടാങ്ക്. ഇതിനൊക്കെയാണ് വെക്കുക. ഇത് തറയെ നമുക്ക് മുട്ടത്തില്ല. തറയെ മുട്ടത്തില്ല. ഇത് തന്നെ എല്ലാം സിംഗിൾ പീസ് ആണ്. സിംഗിൾ പീസിന്റെ അത് പല സൈസിലാണ് വരുന്നത്, അതായത് അളവ്. ഈ സംഭവം കൊള്ളാമല്ലോ. ഈ സംഭവം എന്ന് പറയുന്നത് നമുക്ക് ടേബിൾ ടോപ്പായിട്ട് വെക്കുന്നത് ഡൈനിങ് ഹോളിൽ. അതായത് ഇങ്ങനെ ടേബിൾ ഉണ്ടാക്കിയിട്ട് അതിന്റെ മേളിൽ വെക്കുക. ഇത് അത് ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് ഇതാണ്, ഈ ടേബിൾ ടോപ്പാണ്. അങ്ങനെ അത് പല കളറിൽ വരും, പല ഡിസൈന്. ഇവിടെ ഇത്രയേ ഉള്ളൂ? ഇവിടുത്തെ ഇത്രയേ ഉള്ളൂ. ഇനിമേ നമ്മൾ അപ്പുറത്തെ ഇതിൽ വേറെ ഒരു ബ്രാൻഡിന്റെ ഉണ്ട്, സെയിം ഇത് തന്നെയുണ്ട്. പ്രേക്ഷകരെ നമുക്ക് ശിവചേട്ടൻ്റെ കൂടെ അപ്പുറത്തേക്കും കൂടി പോയി കണ്ടിട്ട് വരാം. അയ്യോ അടിപൊളി കേട്ടോ, ഒരു രസമില്ലാത്ത. ഇതൊക്കെ നോക്കി നിങ്ങള് ശിവചേട്ടാ, ഇത് ഇപ്പൊ നമ്മളവിടെ കണ്ടതിന്റെ അത് തന്നെ. ഇത് വേറെ ഒരു ബ്രാൻഡിന്റെ സെയിം ഇത് തന്നെ, കൺസീൽഡ് ആണ്. ഇത് കൺസീൽഡ്. ഓക്കെ. ഇതെന്ന് പറയുന്നത് ഇത് സ്വിസ് ബ്രാൻഡ് സിങ്ക് ആണ്. സ്വിസ് മെയ്ഡ്. ഇങ്ങനെ ഓരോ പല സൈസിൽ ഡിസ്പ്ലേ ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. ഇതെല്ലാം ഹാൻഡ് മെയ്ഡ് സിങ്കുകളാണ് ഇത്. അപ്പൊ അതുപോലെ ഇപ്പോഴത്തെ ഒരു ട്രെൻഡാണ് ഈ ക്വാർട്സ് എന്ന് പറഞ്ഞാൽ ഈ ഒരു മോഡലൊക്കെ വരുന്നത്. ഇതെല്ലാം സിങ്ക്. പിന്നെ അതിന്റെ തന്നെയാണ് ഈ ടാപ്പ്, അവരുടെ തന്നെ മിക്സർ ടാപ്പുകളാണ്. ഇത് നമുക്ക് ഇങ്ങനെ യൂസ് ചെയ്യാം, യൂസ് ചെയ്യാൻ പറ്റും. ഇത് ഇങ്ങനത്തെ ഉണ്ട്. പിന്നെന്ന് പറഞ്ഞാൽ ഇത് നമുക്ക് ഇങ്ങനെ പുൾ ഔട്ട് ചെയ്യാം. ഇത് മുന്നോട്ട് ചെയ്യാനൊക്കെ എളുപ്പമുണ്ടാവുമല്ലോ. അതെ, ഇതും അതുപോലത്തെ സെയിം ഇതാണ്. ഇങ്ങോട്ട് വന്നു കഴിയുമ്പോഴത്തേക്ക് ഇത് ഗ്രൈൻഡർ, അതായത് നമ്മുടെ സിങ്കിന്റെ താഴെ വേസ്റ്റ് ഡിസ്പോസിബിൾ എന്ന് പറയും സാധനത്തിന്. ഇത് നമ്മുടെ സിങ്കിന്റെ താഴെ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ എല്ല് മറ്റുള്ള കാര്യങ്ങൾ പൊടിച്ചു കളയും. ഈ എല്ലും ഇതെല്ലാം പൊടിച്ചു കളയും, വേസ്റ്റുകളെല്ലാം. പിന്നെ ഇതെല്ലാം ടവൽ അക്സസറീസ് ആണ് ഇതെല്ലാം. പിന്നെ ഇത് ഇപ്പൊ നമ്മൾ ഇതെന്തോ മിക്സർ, അതായത് നമ്മുടെ ഡൈവേർട്ടറിന്റെ പകരമായിട്ട് പണ്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. പണ്ടെന്നല്ല, ഇപ്പോഴും ഉപയോഗിക്കുന്നുണ്ട്. ഇത് സെറ ബ്രാൻഡിന്റെ. അപ്പൊ ഇതിന് പകരമായിട്ട് ലേറ്റസ്റ്റ് ആണ് ഈ ഡൈവേർട്ടർ എന്ന് പറയുന്ന സാധനം. ഇതുപോലത്തെ ഇത്. പിന്നെ ഇത് മിറർ എന്ന് പറയുമ്പോഴത്തേക്ക് ഇത് നമുക്ക് സെൻസറാണ്. അതായത് നമ്മൾ ചെന്ന് കഴിയുമ്പോഴത്തേക്ക് ഓൺ ആവുന്ന ഓട്ടോമാറ്റിക് ലൈറ്റ്. ഇതൊക്കെ എന്ന് പറയുന്നത് നമ്മൾ ടച്ച് ചെയ്യണം. ഇത് ടച്ച് വേണ്ട, അവിടെ ചെന്ന് കഴിയുമ്പോഴത്തേക്ക് ഓഫ് ആവുകയും ചെയ്യും. അതുപോലെ ഇതെല്ലാം കൗണ്ടർ ടോപ്പാണ്. ഇതിങ്ങനെ ഈ ഒരു ബ്രാൻഡ് എന്ന് പറയുന്നത് കോളർ എന്ന് പറഞ്ഞ ബ്രാൻഡ്. കോളർ അങ്ങനെ ഒരു ബ്രാൻഡാണ്. അപ്പൊ അതിന്റെയാണ് ഇതും ഈ മിക്സറിന്റെ വേറൊരു വേരിയന്റ്. ഹോട്ട് കോൾഡ് ഇതിങ്ങനെ പ്രസ് ചെയ്യുന്ന ടൈപ്പാണ്. പിന്നെ അതുപോലെ തന്നെ ആ സെയിം ബ്രാൻഡിന്റെ തന്നെയാണ് ഈ ഡൈവേർട്ടർ, ഈ സവർ. ഇതെല്ലാം ആ കോളർ എന്ന് പറഞ്ഞ ബ്രാൻഡിന്റെ. ഈ ക്ലോസറ്റ് ഇതെല്ലാം അതിന്റെ തന്നെയാണ്. അടിപൊളി കേട്ടോ. ഇത് കണ്ടു കഴിഞ്ഞാൽ കൈ കഴുകിട്ട് പോകാൻ തോന്നുന്നു. അതുപോലെ തന്നെ ഇത് കൺസീൽഡ്, ഇത് ബ്രാൻഡ് സെറായുടെ കൺസീൽഡ് പാർട്ടാണ് ഇത്. അതുപോലെ തന്നെ ഇത് ഗബ്രിറ്റ് എന്ന്, അതായത് കൺസീൽഡ് ഫ്ലഷ് ആദ്യം കൊണ്ടുവന്നത് വരാം. ഈ ഗബ്രിറ്റ് എന്ന് പറഞ്ഞ ബ്രാൻഡ്. അപ്പൊ അതിന്റെയാണ് ഇത്. അവർക്ക് പേര് കളർഫുൾ ആയിട്ടുള്ള മാറ്റ് ഫിനിഷ് സ്വിച്ച് കാര്യങ്ങളെല്ലാം ഉണ്ട്. അതുപോലെ അതും കൺസീൽഡിന്റെ ഒരു പാർട്ടാണ്. അപ്പം ശിവചേട്ടാ, ഒരുപാട് കാര്യങ്ങൾ ഞങ്ങളുടെ പ്രേക്ഷകരുമായിട്ട് ശിവചേട്ടൻ പങ്കുവെച്ചു. ഒരുപാട് താങ്ക്സ് ഉണ്ട്. അപ്പം അപ്പുറത്ത് എന്താ ഉള്ളത്? ടൈലിന്റെ സെക്ഷൻ. അപ്പൊ പ്രേക്ഷകരെ നമുക്ക് ടൈലിന്റെ സെക്ഷനിലേക്ക് പോവാം.
ഹലോ ചേച്ചി, നമസ്കാരം. നമസ്കാരം. ചേച്ചിയുടെ പേര്? എന്റെ പേര് വിജയശ്രീ. ഞങ്ങൾ ഈ ടൈലിന്റെ കളക്ഷനും കാര്യങ്ങളൊക്കെ ഒന്ന് കാണാൻ വേണ്ടി വന്നതാണ്. അപ്പൊ സാറ് പറഞ്ഞു ചേച്ചിയുമായിട്ട് സംസാരിച്ചു കഴിഞ്ഞാൽ ചേച്ചി കൂടുതൽ വിവരങ്ങൾ പറഞ്ഞു തരുമെന്ന്. നോക്കാം. അപ്പൊ ചേച്ചി നമ്മൾ എവിടെ നിന്നാ തുടങ്ങുന്നത്? ഇത് നമുക്ക് ഇവിടുന്ന് തന്നെ നോക്കാം. ആയിക്കോട്ടെ. ഇത് നമ്മുടെ ലാമിറ്റിന്റെ ആണ് ഈ ഐറ്റംസ് എല്ലാം. ഇത് നമുക്ക് ഒരു ഹൈലൈറ്റ് ആണ്. കിച്ചൺ വോള് അങ്ങനെ ഒരു ഹൈലൈറ്റ് പോർഷൻ കൊടുക്കുന്ന ടൈൽസ് ആണ്. അതിന്റെ വേറിട്ടുള്ള കളക്ഷൻസ് ആണ് ഇതെല്ലാം. അല്ലേ? ഇത് നമ്മുടെ 6x4 ടൈൽസ് ആണ്. അതിന് നമുക്ക് ഒത്തിരി കളക്ഷൻസ് ഉണ്ട്. ഓക്കെ. പ്രേക്ഷകരെ നല്ല ഭംഗിയുണ്ട് കേട്ടോ. എല്ലാ ടൈലുകളും കാണാൻ നല്ല ഭംഗിയുണ്ട്. ഒന്ന് കണ്ടിട്ട് അടുത്തേക്ക് പോകുമ്പോൾ ഇതിനേക്കാളും നല്ലത് അതാണെന്നുള്ള കൺഫ്യൂഷനിൽ ഇപ്പൊ ഞാൻ നിൽക്കുന്നത്. ചേച്ചി പറഞ്ഞു കണ്ടോ, ഇതെല്ലാം വേറിട്ട നമ്മുടെ പുതിയ കളക്ഷൻസ് ആണ്. ഇതെല്ലാം പുതിയ കളക്ഷൻസ് അല്ലേ? ഇതെന്താ സംഭവം? ഇതൊക്കെ നമുക്ക് വാഷ് ഏരിയ, ബാത്റൂം ഹൈലൈറ്റ്, എവിടെ ഹൈലൈറ്റ് ചെയ്യണമെങ്കിലും ഇത് നമുക്ക് ഹൈലൈറ്റ് ചെയ്യാൻ പറ്റും അല്ലേ? നല്ല ഭംഗിയുണ്ട് കേട്ടോ. നമ്മൾ വെറുതെ പറയുന്നൊന്നുമില്ല. നിങ്ങൾ ഈ ഷോറൂം വന്ന് വിസിറ്റ് ചെയ്ത് നോക്ക്. ഇഷ്ടം പോലെ കളക്ഷൻ ഉണ്ട്. എന്തായാലും നിങ്ങളുടെ മനസ്സിലുള്ളതെന്ന് ഒരുപാട് വെറൈറ്റി കളറുകളുണ്ട് കേട്ടോ. ഇതെല്ലാം നമ്മുടെ 4x2 കളക്ഷൻസ് ആണ്. 4x2. അതെ. ഒത്തിരി വ്യത്യസ്തങ്ങളായ ഒരുപാട് മോഡൽസ് ഉണ്ട് കേട്ടോ. ഇതിങ്ങനെ നോക്കാൻ കഴിഞ്ഞാൽ ഇന്നൊന്നും തീരെയല്ല, അതുപോലെ മോഡൽസ് ആണ് കേട്ടോ. ഇതെല്ലാം ആ ഒരു സെക്ഷൻ അല്ലേ? ഇതെല്ലാം 4x2 ടൈൽസ് ആണല്ലേ? ഓക്കെ. അതെ. പിന്നെ ഇത് നമുക്ക് വരുമ്പോൾ 160/80 എന്ന് പറയുന്നത് 80-160 അളവാണിത്. നമ്മുടെ 4x2 ടൈലിനേക്കാളും കുറച്ചും കൂടെ അളവ് കൂടിയ ടൈപ്പ് അല്ലേ? അതിന്റെ നമുക്ക് ഒരുപാട് കളക്ഷൻ, ഒരുപാട് നല്ല ഭംഗിയുള്ള ഒരുപാട് കളക്ഷൻ ഉണ്ട് കേട്ടോ. ഇത് 6x4 ടൈൽസില് ഇത് 15 mm തിക്നെസ് ഉള്ള, ഇത് 15 mm തിക്നെസ് ഉണ്ട്. ഇത് നമുക്ക് സിറ്റ് ഔട്ട് അങ്ങനെയുള്ള നമുക്ക് ഉരുട്ടേണ്ട സ്ഥലങ്ങളൊക്കെ ഉണ്ടല്ലോ, ഈ മോൾഡ് ചെയ്യുക അങ്ങനെയൊക്കെ ചെയ്യുന്നതിന് ഇത് നല്ല ബെസ്റ്റ് ആണ്. ഫുള്ളും അങ്ങനത്തെ ടൈലുകളാണ്. ഇത് നമ്മുടെ ബാത്റൂമിന് എങ്ങനെ ചെയ്യാൻ പറ്റും നമ്മുടെ മോക്കപ്പ് ചെയ്തിരിക്കുക. ഡിസ്പ്ലേ പോലെ നമ്മൾ ചെയ്തു വെച്ചേക്കും. ഇതെല്ലാം ബാത്റൂം മോക്കപ്പ് ചെയ്ത് വെച്ചേക്കുന്ന സംഭവമാണ് കേട്ടോ. അതേപോലെ തന്നെ ഇവിടെ ഗ്ലാസ് ഇട്ടിട്ട് ഒരു ബാത്റൂം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇത് ഈ ഗ്ലാസിന്റെ ഒരേ മോഡൽ ഗ്ലാസ് പാർട്ടീഷൻ ആണ്. ഇത് നമുക്ക് ഈ ഹിഞ്ചസ് നമുക്ക് പല കളറുണ്ട്. റോസ് ഗോൾഡ്, സ്റ്റീല്, ബ്ലാക്ക്, അങ്ങനെയൊക്കെ പല കസ്റ്റമർ ഏത് പറയുന്നോ അതേ രീതിയിൽ നമ്മൾ അങ്ങനെ ചെയ്തു കൊടുക്കും. ഇത് ക്ലാഡിംഗ് സ്റ്റോൺ. ഇതെല്ലാം നമ്മുടെ ക്ലാഡിംഗ് സ്റ്റോൺ ആണ്. ഇത് ക്ലാഡിംഗ് ടൈൽസ്. ഇത് ഫുള്ള് നമ്മുടെ ക്ലാഡിംഗ് ടൈൽസ്. ഇതെന്നാ ചേച്ചി സംഭവം? ഞാൻ വരുമ്പോ നേരത്തെ ചേച്ചി ഇതെല്ലാം പിടിച്ച് നിൽക്കുന്ന കണ്ടേ. ഇത് നമ്മുടെ ടൈൽ ക്ലീനർ ആണ്. ടൈൽ ക്ലീനർ. ഇത് ആഡ്മിക്സ്, ഇത് എറാൾഡൈറ്റ്, പിന്നെ ഇത് വന്നിട്ട് നമ്മുടെ സൂപ്പർ സെറ്റ് എന്നൊക്കെ. ഇത് സ്പേസർ. അപ്പം വിജയശ്രീ ചേച്ചിയാണ് നമുക്ക് ഇവിടുത്തെ ടൈലിന്റെ കാര്യങ്ങളെല്ലാം നമ്മുടെ പ്രേക്ഷകരോട് പങ്കുവെച്ചത്. ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. ശരി. അപ്പോൾ നമ്മുടെ മാക്സിലെ വിശേഷങ്ങൾ എല്ലാവരും കണ്ടല്ലോ. അപ്പോൾ ഇവിടെ വരിക, നമ്മുടെ ഈ ഷോറൂം വിസിറ്റ് ചെയ്യുക. ഒരുപാട് ടൈലിന്റെയും ഗ്രാനൈറ്റിന്റെയും ഒക്കെ കളക്ഷനുണ്ട്. ഇവരുമായിട്ട് ബന്ധപ്പെടാനുള്ള ഫോൺ നമ്പർ നമ്മൾ താഴെ കൊടുക്കുന്നുണ്ട്. ഈ വീഡിയോ ഞങ്ങളുടെ പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഓക്കെ. അപ്പോൾ നമ്മൾ തെങ്ങണ സിറ്റിയുടെ അടുത്ത് തന്നെയാണ് ഉള്ളത്. ഇവിടെ ഒരുപാട് നല്ല പേരെടുത്ത പ്രസ്ഥാനങ്ങളൊക്കെ ഉണ്ട്. റിലയൻസ് ട്രെൻഡ്സ് ഉണ്ട്, സ്പൈസ് ഗാലറി ഉണ്ട്. അതേപോലെ ഒരു ടൗൺ എന്നൊക്കെ പറയുമ്പോൾ ആദ്യം നമ്മൾ പോകേണ്ടത്, അതേപോലെ തന്നെ പാനിച്ചേരി ബേക്കറി, അങ്ങനെയുള്ള പല സ്ഥാപനങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഇവിടെ തൊട്ടടുത്ത് തന്നെ ഒരു പച്ചക്കറിയും മീൻകടയും എല്ലാം കൂടിയായിട്ട് ഒരു സ്ഥാപനമുണ്ട്. നമുക്ക് അവിടെ പോയിട്ട് തെങ്ങനെക്കുറിച്ചുള്ള വിശേഷങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാം. അപ്പോൾ തെങ്ങണയ്ക്ക് അടുത്തുള്ള ഒരു പച്ചക്കറി കടയല്ല നമ്മൾ നിൽക്കുന്നത്. ഇവിടെ നമ്മളൊരു ചേട്ടനുണ്ട്. തെങ്ങണയിലെ വിശേഷവും കാര്യങ്ങളൊക്കെ നമുക്ക് ആ ചേട്ടനോട് ചോദിച്ച് മനസ്സിലാക്കാം. ഹലോ ചേട്ടാ, ഈ തിരക്കിലാണോ? അല്ല, തിരക്കില്ല. അപ്പൊ ചേട്ടായുടെ പേര് എങ്ങനെയായിരുന്നു? ബിനോയ്. ബിനോയ് ചേട്ടന്റെ പേര് ഇവിടെ തന്നെയാണോ? അത് തന്നെ. ശരി. പച്ചക്കറിയൊക്കെ ആയിട്ട് ഇവിടെ എങ്ങനെ കൂടിയിട്ട് എത്ര നാളെ ഇവിടെ? കുറച്ച് നാളായതുകൊണ്ട് നേരത്തെ ഉണ്ടായിരുന്നതാണ്. തെങ്ങണയെ കുറിച്ച് എന്താ പറയാനുള്ളത്? നല്ല അഭിപ്രായമാണ്. തെങ്ങനയിലെ ആൾക്കാർക്ക് എങ്ങനെയാണ്? നല്ല ആൾക്കാരാണ്. ചേട്ടനെ പോലെ തന്നെ നല്ല അടിപൊളി വൈബായിട്ടുള്ള ആൾക്കാർ തന്നെയാണ്. ഓക്കെ. തെങ്ങണയിൽ തന്നെ ഒരുപാട് വെറൈറ്റി മീനുകൾ കിട്ടുന്ന ഷോപ്പിന്റെ മുമ്പിലാണ് നമ്മളുള്ളത്. നല്ല ഫ്രഷ് മീനുകളാണ് ഇവിടെ. നിങ്ങൾക്ക് നോക്കുമ്പോൾ കാണാം, നല്ല ഫ്രഷ് മീനാണ്. ഈ സൈഡിലില്ല, നോക്കിക്കോ, നല്ല അടിപൊളി. നോക്കിക്കേ, ഇതൊക്കെ ഏതാ സാധനം നോക്കിക്കേ,
അടിപൊളി മീനുകളും കാര്യങ്ങളും ചെമ്മീനൊക്കെ കണ്ടോ എന്നാ ഫ്രഷാന്ന് നോക്കിക്കേ. അപ്പം ഈ കടയുടെ ഓണർ ആയിട്ടുള്ള ഒരു ചേട്ടനുണ്ട്, നമുക്ക് ആ ചേട്ടനോട് വിവരങ്ങളൊക്കെ ചോദിക്കാം. ഹായ്, എങ്ങനെയുണ്ട് ചേട്ടാ വിശേഷമൊക്കെ? ചേട്ടന്റെ പേരെങ്ങനെയായിരുന്നു? എന്റെ പേര് അനിൽ അഹമ്മദ്. അനിലേട്ടൻ്റെയാണ് അപ്പൊ ഈ സ്ഥാപനം ആ പച്ചക്കറിക്കട എല്ലാം അനിലേട്ടൻ്റെയാണ്. അനിലേട്ടൻ എത്ര നാളായി ഇപ്പൊ ഇവിടെ ഈ സ്ഥാപനം തുടങ്ങിയിട്ട്? ഒരു 4 വർഷമായിട്ടുണ്ട്. 4 വർഷത്തോളം. എന്താണ് തെങ്ങണയിലെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ, തെങ്ങണയിലെ വിശേഷങ്ങൾ എന്താണ്? തെങ്ങണ എനിക്കൊരു പുതുജീവൻ തന്ന സ്ഥലമാണ്. ഞാൻ ഇവിടുത്തുകാരനല്ല, എന്നിട്ട് പോലും ഇവിടുത്തെ ആൾക്കാർ നിങ്ങൾ ഏറ്റെടുത്തു എന്നുള്ളതാണ്. അതാണ് തെങ്ങണക്കാര്, അതാണ് അവരുടെ മനസ്സ്. നമ്മൾ തെങ്ങണയിൽ തന്നെയാണ് ഉള്ളത്. തെങ്ങണയിലുള്ള ഒരു ചെറിയ വഴിയിലോട്ട് മാറിക്കഴിഞ്ഞാൽ ഇവിടെ കണ്ടോ കുറെ ചെറിയ കടകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. സാധാരണക്കാർക്ക് പറ്റിയ സാധനങ്ങൾ വാങ്ങാൻ പറ്റിയ ഒരു ഏരിയ ആണ് ഇത്. അതേപോലെ തന്നെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ കുറെ തുണിക്കടകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത്യാവശ്യം നല്ല തിരക്കൊക്കെയുള്ള ഒരു ഏരിയ ആണ് കേട്ടോ. ഇവിടെ ഇഷ്ടംപോലെ ആൾക്കാരൊക്കെ തുണി വാങ്ങാനൊക്കെ വന്നിട്ടുണ്ട്. ഇത് LDF ഇലക്ഷൻ കമ്മിറ്റി ഓഫീസാണെന്ന് തോന്നുന്നു. അവരുടെ കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. ഇത് മൊത്തം സ്റ്റാറുകളും മറ്റുള്ള ലൈറ്റ് കാര്യങ്ങളൊക്കെ ഉള്ള ഒരു ഷോപ്പാണ്. അപ്പം നമുക്ക് ഇവിടുന്ന് കുറച്ചും കൂടി കാഴ്ചകൾ കാണാം. നമുക്കിതിലെ അങ്ങൊന്ന് പോയിട്ട് ഒന്ന് കറങ്ങി അടിച്ച് ഫുള്ള് കണ്ടിട്ട് വരാം. ബാ. ഹലോ മച്ചന്മാരെ, നമ്മളിപ്പോഴും നിൽക്കുന്നത് തെങ്ങണയിൽ നിന്നുള്ള ടെമ്പിൾ റോഡിലാണ് നിൽക്കുന്നത്. ടെമ്പിൾ റോഡിൻ്റെ അവിടെ തന്നെയായിട്ട് റോഡ് സൈഡിൽ തന്നെ നമുക്കൊരു ഒപ്റ്റിക്കൽസ് ഉണ്ട്. AS നേത്ര ഒപ്റ്റിക്കൽസ് എന്നാണ്. വർഷങ്ങളുടെ പാരമ്പര്യമുള്ള ഒപ്റ്റിക്കൽസ് ആണ്. ഇവിടെയുള്ള ജനങ്ങളുടെ കണ്ണ് സംബന്ധമായിട്ടുള്ള ഗ്ലാസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എല്ലാവരും വരുന്ന ഒരു ഒപ്റ്റിക്കൽസ് ആണ്. നമുക്ക് ഈ ഒപ്റ്റിക്കൽസിൻ്റെ എല്ലാ വിശേഷങ്ങളും നമുക്ക് അകത്ത് കയറി കാണാം, അവിടുത്തെ കാഴ്ചകളും കാണാം. വാ. ഹലോ സാർ, നമസ്കാരം. എന്നാണ്ട് വിശേഷങ്ങളൊക്കെ? എന്ത് വിശേഷം? നല്ല തന്നെ. സാറിന്റെ പേരെങ്ങനെയായിരുന്നു? എൻ്റെ ഒരു സത്യൻ. വീട് സ്ഥലം? വീട് നമ്മുടെ ചക്രവർത്താവ് പോകുന്നുണ്ട്, കിടങ്ങറയിൽ ചക്രവർത്താവ് മുട്ടാർന്ന് പറയും. ഓക്കെ. ഞങ്ങൾ ഈ ഷോപ്പിനെ കുറിച്ച് അറിഞ്ഞു വന്നതാണ്. അപ്പം ഈ ഒപ്റ്റിക്കൽസിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ഞങ്ങളുടെ പ്രേക്ഷകർക്ക് അറിയാൻ ആഗ്രഹമുണ്ട്. അപ്പോൾ സാറ് അത് ഞങ്ങളുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഒന്ന് പറയുമായിരുന്നെങ്കിൽ വളരെ ഉപകാരമായിരുന്നു. അറിയാം, തീർച്ചയായിട്ടും അറിയാം. അപ്പോൾ ഇവിടെ നമ്മൾ ഈ ഷോപ്പ് തുടങ്ങിയിട്ട് 16 കൊല്ലം കഴിഞ്ഞു. 16 കൊല്ലം കൊണ്ട് നമുക്കിവിടെ ഒരുമാതിരി നല്ല കസ്റ്റമറുണ്ട്. 10,000 കസ്റ്റമറോളം നമുക്ക് ഇവിടെ ഉണ്ട്. 8,000 കസ്റ്റമറോളം ഉള്ള ഒരു ഷോപ്പിലാണ് നമ്മൾ വന്നിരിക്കുന്നത് കേട്ടോ. ഒപ്റ്റിക്കൽ ഷോപ്പിലാണ് വന്നിരിക്കുന്നത്. ഇതല്ലാതെ വേറെ ഏതെങ്കിലും ബ്രാഞ്ചുകളോ കാര്യങ്ങളോ എല്ലാം ഉണ്ടോ? നമുക്ക് വേറെ 2 ബ്രാഞ്ചിലുണ്ട്. മല്ലപ്പള്ളിയിലുണ്ട്, മാമ്പഴക്കരി, കുട്ടനാട് മാമ്പഴക്കരിയിലുണ്ട്. അവിടെയും ഇതുപോലെ തന്നെ നല്ല കസ്റ്റമർ ഇപ്പോൾ ഉണ്ട്. നമുക്ക് മൊത്തത്തിൽ നമുക്ക് ഒരു എല്ലാ കടയിലും കൂടി 10,000 കസ്റ്റമറിന് മേളിലുണ്ട്. ഫ്രീ ആയിട്ട് നേത്ര ക്യാമ്പിംഗ് ഒക്കെ നിങ്ങൾ നടത്തുന്നുണ്ടല്ലേ? ഇടയ്ക്ക് ക്യാമ്പ് ചെയ്യും. അത് ഓരോ പള്ളിയുടെയോ അല്ലെങ്കിൽ അങ്ങനെ ക്ലബിന്റെ ഒക്കെ പേരിൽ നമ്മൾ ചെയ്യാറുണ്ട്. ഇന്നങ്ങനെയല്ലോ ഫ്രീ ആയിട്ട് നേത്ര ക്യാമ്പ് ഉണ്ടെങ്കിൽ പറയണം, നമ്മുടെ കണ്ണും കൂടി ഒന്ന് ടെസ്റ്റ് ചെയ്യാനായിട്ട്. ഞാനാണെങ്കിൽ നേത്ര ക്യാമ്പ് എവിടെയാ ഫ്രീ ആയിട്ട് നടക്കാന്ന് പറഞ്ഞ് നടക്കാനായിട്ട് കുറെ ദിവസമായി. ഇന്നിപ്പം നമുക്ക് ടെസ്റ്റ് ക്യാമ്പൊന്നും ഇല്ല. ഇവിടെ നമ്മൾ നോക്കുമ്പോഴത്തേക്കിനും നല്ല അടിപൊളി ഫ്രെയിമാണ് കാണുന്നത്. ഫ്രെയിമും ലെൻസും ഒക്കെ വിദേശ നിർമ്മിതവും ആയിട്ടുള്ളതുണ്ടോ അതോ നമുക്ക് വെള്ളിൽ കിട്ടുന്ന എല്ലാ ലെൻസുകളും എല്ലാ ഫ്രെയിമുകളും നമുക്ക് അവൈലബിൾ. അതേപോലെ ന്യൂജനായിട്ടുള്ള ചെറുപ്പക്കാർക്കൊക്കെ വെക്കാൻ പറ്റിയ നല്ല സൺഗ്ലാസിന്റെ കളക്ഷനൊക്കെ ഉണ്ട്. അത് കളക്ഷനൊക്കെ ഉണ്ട്. അത്യാധുനിക രീതിയിലുള്ള കമ്പ്യൂട്ടർ ടെസ്റ്റിംഗ് ഉണ്ട്. അങ്ങനെ ഓപ്റ്റോമെട്രിസ്റ്റിന്റെ സേവനം നമുക്ക് രാവിലെ 9 തൊട്ട് വൈകിട്ട് 7 മണി വരെ ഉണ്ട്. സാറേ, എന്തായാലും ഇവിടെ വന്ന സ്ഥിതിക്ക് നമ്മൾ എപ്പോഴും യാത്ര ചെയ്യുന്ന ആൾക്കാരായതുകൊണ്ട് നമ്മുടെ കണ്ണിന് പൊടിയൊക്കെ അടിച്ചിട്ട് ഭയങ്കര ചില സമയത്ത് എനിക്കിങ്ങനെ പല പ്രശ്നങ്ങളൊക്കെ വരാറുണ്ട്. അപ്പം ഇവിടെ വന്ന സ്ഥിതിക്ക് എൻ്റെ കണ്ണും കൂടി ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ പറ്റിയാലോ? പിന്നെന്താ, നമുക്ക് നോക്കിക്കളയാം. എന്തായാലും ഇത്രയും സജ്ജീകരണമുള്ള ഒരു ഷോപ്പിൽ വന്നല്ലേ, ആ സ്ഥിതിക്ക് എൻ്റെ കണ്ണും കൂടി ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. സത്യം സാറേ, ടെസ്റ്റ് ചെയ്തു. ഇത് നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് പറയാമോ? എങ്ങനെയുണ്ടല്ലോ, കുഴപ്പമുള്ളതും ഉണ്ടോ? ഇതിനകത്ത് വലിയ കുഴപ്പങ്ങളൊന്നും കാണുന്നില്ല. നമ്മൾ യാത്ര ചെയ്യുമ്പോഴേ കുറച്ച് പൊടി പടലങ്ങളൊക്കെ ഒഴിവാക്കാൻ വേണ്ടി നമുക്ക് വേണമെങ്കിൽ സൺഗ്ലാസ് വെച്ച് പോയാൽ ഈ പ്രോബ്ലം ഒഴിവാക്കാവുന്നതേ ഉള്ളൂ. സൺഗ്ലാസ് വെച്ച് മാറ്റാവുന്ന പ്രോബ്ലം ഉള്ളൂ. ഈ പൊടിയുടെ അലർജി മാത്രമേ ഉള്ളൂ, അല്ല മറ്റു പ്രശ്നങ്ങളും പവറൊന്നും ഇല്ല. അപ്പോൾ ഇവിടെ സൺഗ്ലാസ് ഒക്കെ ഉണ്ടല്ലോ ഇഷ്ടം പോലെ? ഉണ്ട് സൺഗ്ലാസ്. അപ്പോൾ ഞാൻ ഒരെണ്ണം നോക്കുവാണേ, നോക്കിക്കോ.
നമ്മുടെ മുഖത്തിന് ചേരുന്ന ഇഷ്ടംപോലെ ഫ്രെയിമിൻ്റെ കളക്ഷൻ ഉണ്ട് കേട്ടോ. അതേപോലെ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ലെൻസ് എല്ലാം കട്ട് ചെയ്ത് ആ ഫ്രെയിമിൽ സെറ്റാക്കി ഇവർ തരും. ഇവിടെ സൺഗ്ലാസിൻ്റെ ഒക്കെ സെക്ഷൻ വരും അല്ലേ? എന്തായാലും സൺഗ്ലാസ് സാറ് നമ്മോട് ഒന്നും വെക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട് യാത്ര ചെയ്യുമ്പോൾ. ഒന്നും സെലക്ട് ചെയ്താലോ? ഇതെങ്ങനെ ഉണ്ടാവുന്നത്? ലുക്കുണ്ടോ? ഇത് തമിഴ് പടത്തിലെ വില്ലന്മാർ വരുന്ന പോലെ ഉണ്ട്. പക്ഷേ ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. ഇതെങ്ങനെയുണ്ട്? പൊളി സാധനമല്ലേ? ഇതേപോലെ അടിപൊളി കളക്ഷൻ ഉണ്ടോ ഇവിടെ? സാറേ, ഇത് പ്രേക്ഷകർ പറഞ്ഞേക്കുന്നത് ഇതെനിക്ക് അടിപൊളിയാണെന്നാണ് പറയുന്നത്. അപ്പം ഇത് ഞാനും എടുക്കുക. ശരി, ആയിക്കോട്ടെ. അതേപോലെ സാറേ ഇതെന്നാ സാറേ ഈ സംഭവിക്കുക എന്ന് പറഞ്ഞല്ലോ സാറേ? അത് നമ്മുടെ കണ്ണിന്റെ ഉള്ളിൽ വെക്കുന്ന കോണ്ടാക്ട് ലെൻസ്, പവറിന് പകരം ഗ്ലാസ് ഉപയോഗിക്കുന്നതിന് പകരം ലെൻസ് ഇട്ട് അതിന്റെ സൊല്യൂഷനാണ്. ആ ലെൻസ് ക്ലീൻ ചെയ്യാനുള്ള സൊല്യൂഷനാണ്. ഓക്കെ. മനോഹരമായ ഫ്രെയിമുകളുടെ വലിയ ഒരു കളക്ഷൻ തന്നെയുണ്ട്. നിങ്ങൾക്ക് തന്നെ കാണാം. ഇഷ്ടം പോലെ നമ്മുടെ ഫേസിന് ചേരുന്ന നല്ല മോഡലുള്ള ഫ്രെയിമുകളും ലെൻസുകളും ഒക്കെ ഇവിടെ ഉണ്ട്. ഇത് കണ്ടോ, കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ചെറിയ സ്പെക്സ്. നല്ല രസമില്ലേ കാണാനായിട്ട്? നല്ല ഭംഗിയില്ലേ? കുട്ടികൾക്കുള്ള ഒരുപാട് കളക്ഷൻസ് ഉണ്ട് കേട്ടോ ഇവിടെ. നോക്കി, വ്യത്യസ്തമായിട്ടുള്ള ഫ്രെയിമുകളും എല്ലാം ഉണ്ട് കേട്ടോ. അപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് ഞങ്ങളുമായിട്ട് ഇത്രയും സമയം, സാറിന് വിലപിടിച്ച സമയം ഞങ്ങളുമായിട്ട് ഇത്രയും നേരം പങ്കുവെച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ട്. അതേപോലെ തന്നെ നേത്ര ഒപ്റ്റിക്കൽസിന്റെ സേവനം പരമാവധി നിങ്ങൾ ഉപയോഗപ്പെടുത്തുക. ഇത് നിങ്ങൾക്കുള്ള ഒരു അസറ്റാണ്. അപ്പം ഈ ഷോപ്പുമായിട്ട് ബന്ധപ്പെടാനുള്ള ഫോൺ നമ്പർ ഞങ്ങൾ താഴെ കൊടുക്കുന്നുണ്ട്. അപ്പം ഓക്കെ. ഇപ്പം നമ്മളുള്ള തെങ്ങണയിലെ മെയിൻ ജംഗ്ഷനിലാണ്. ഇതാണ് ശരിക്കുമുള്ള തെങ്ങണ. ഇവിടെ ട്രാഫിക് ഭയങ്കര ബ്ലോക്കാണ്. നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. ഇത് നിങ്ങൾക്ക് ക്യാമറയോടെ നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും. ഒരുപാട് വണ്ടികളും തിരക്കുകളും ഉള്ളതാണ്. എപ്പോഴും ഇവിടെ ട്രാഫിക്കാണ്. അതേപോലെ തന്നെ അത് പുൽപ്പള്ളിക്ക് പോകുന്ന വഴിയാണ്. ഇവിടുന്ന് അങ്ങോട്ട് നേരെ പോയി കഴിഞ്ഞാൽ ചങ്ങനാശ്ശേരി, ഇങ്ങോട്ട് കുന്നുംഭാഗം എന്ന് പറയുന്ന ഒരു സ്ഥലമാണ്. അതേപോലെ ഇവിടെ ഈ കറക്റ്റ് ഈ സിഗ്നലിൻ്റെ അവിടെ ഈ റോഡ് നോക്കിയേ, വണ്ടിയുടെ ഫ്രണ്ട് പിടിക്കും ബാക്ക് പിടിക്കും, ആ ഒരു അവസ്ഥയിലുള്ള വലിയ കുഴികളാണ്. ചേട്ടന്റെ പേരെങ്ങനെയായിരുന്നു? മോഹനൻ. മോഹനൻ ചേട്ടന്റെ വീട് ഇവിടെ തന്നെയാണോ? അല്ല, വാകത്താനം. വാകത്താനത്തുള്ള മോഹനൻ ചേട്ടന് തെങ്ങനത്ത് എന്താ കാര്യം? തെങ്ങണയിൽ ഞാൻ ഇവിടെ ജോലി ചെയ്യുന്നു. എവിടെയാ ജോലി ചെയ്യുന്നത്? ഇവിടെ ആധാരം എടുത്ത ഓഫീസ്. ആണോ? പിന്നെ തെങ്ങണയെ കുറിച്ച് എന്താ അഭിപ്രായം? പൊതുവേ ഉള്ള അഭിപ്രായം? തെങ്ങണയിൽ ഗതാഗതക്കുറിഞ്ഞ ഒരു സമയം പോലും ഇല്ല. അത് എല്ലായിടത്തും ഗതാഗതക്കുരുക്കുണ്ട്. എവിടെ ഗതാഗത വണ്ടി ഇങ്ങനെ പെരുകിക്കൊണ്ടിരിക്കുന്നു. ഗതാഗതക്കുറുക്ക്. പിന്നെ ഒരു പബ്ലിക്കിന് ഒന്ന് മൂത്രം ഒഴിക്കാൻ പോണാൽ അതിനുള്ള സൗകര്യങ്ങളൊന്നുമില്ല. ഇല്ല. അപ്പം പബ്ലിക് ബാത്റൂം, ടോയ്ലറ്റും കാര്യങ്ങളൊന്നും ഇല്ലെന്നാണ്? ഒന്നുമില്ല. നാരങ്ങവെള്ളം കുടിച്ചുകൊണ്ടിരിക്കുവാണ്. ഏകദേശം പകുതി തീരാറായി കേട്ടോ. ഭയങ്കര പരവേശമായിരുന്നു. അതാണ് പറയാൻ പറ്റാഞ്ഞത്. നല്ല നാരങ്ങകളാണ് കേട്ടോ. നല്ല സോഡ നാരങ്ങകൾ. ഒന്നും പറയാനില്ല. സൂസാപ്പാടെ ബൊമ്മയൊക്കെ ഉണ്ട് ഇവിടെ. ഉണ്ടോ? അല്ല, ബൊമ്മയെല്ലാം കച്ചവടം. ഇതൊക്കെ വെച്ചിട്ട് നമുക്ക് ഇറങ്ങിയാലോ? ഇങ്ങനെ വെച്ചോണ്ടിരുന്നാലോ? ഉള്ളു റെഡ് ആൻഡ് വൈറ്റ് ആണ്. ക്രിസ്മസിന്റെ കേട്ടോ. പിന്നെ വേറെ ചേട്ടാ എന്നാ ഉണ്ട് വിശേഷം? ചേട്ടന്റെ സ്വദേശം ഇവിടെ തന്നെയാണോ? ഇവിടെ അല്ലേ? അല്ല, പുലിക്കോട്ടുപടി ആണോ? അപ്പൊ തെങ്ങനെ കുറിച്ച് ചേട്ടന്റെ അഭിപ്രായം എന്താ? നല്ല അഭിപ്രായം. നല്ല അഭിപ്രായം. ലോട്ടറി ഒക്കെ തീരാറായോ? ഇല്ലല്ല, ഭയങ്കര. ഇതിൽ ഏതാ അടിക്കുന്ന നമ്പർ? ഏതാ അടിക്കുന്ന നമ്പർ? ഇതാന്ന് പറഞ്ഞാൽ ഞാൻ എടുക്കാം ഒരെണ്ണം. ഏതാ അടിക്കുന്ന നമ്പർ? ഒരെണ്ണം കാണിച്ചത്. ഇതിനകത്ത് ഏതാ അടിക്കുന്ന നമ്പർ? കറക്റ്റ് പറയാം. അടിക്കുന്ന നമ്പർ ഇപ്പൊ പിണറായിയോട് ചോദിക്കണം, എന്നാലേ അറിയത്തുള്ളൂ. അപ്പൊ പുള്ളിയോട് ചോദിച്ചാൽ നമുക്ക് അറിയത്തുള്ളൂ. ഒരു കാര്യം, ഈ ലോട്ടറി പുള്ളിക്ക് കൊടുക്കുന്നതായിരിക്കുന്നല്ലോ. അതിപ്പോ നമ്മളെടുത്തിട്ട് പുള്ളിയോട് ചോദിച്ചാൽ അറിയാം ഏതാ അടിക്കുന്നത്. ഇതാ അടിക്കുന്നത്. അപ്പൊ പുള്ളിക്ക് ഇത് മുൻകൂട്ടി അറിയാമെന്നാണ് പറഞ്ഞു വരുന്നത്. ആയിരിക്കും അല്ലേ? പിന്നെ ചേട്ടന്റെ പേരെങ്ങനെയായിരുന്നു? എന്റെ പേര് വർഗീസ്. ഇവിടെ കൂടുതലും ലോട്ടറി കടകളാണ് തോന്നുന്നു ഈ സൈഡ് ഫുള്ളായിട്ടും. പിന്നെ അതുപോലെ തന്നെ ഫ്രൂട്ട്സ് കടയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇങ്ങോട്ട് വരുമ്പോഴത്തേനും കുറെ തുണികളും കാര്യങ്ങളും, എനിക്കൊന്ന് ടെക്സ്റ്റൈൽസ് ആണെന്ന് തോന്നുന്നത്.
വണ്ടി കേട്ടോ, ഭയങ്കര വണ്ടിത്തിരക്കാണ്, ഒരു രക്ഷയില്ലാത്ത വണ്ടിത്തിരക്ക് ഇവിടെ. അപ്പൊ പ്രേക്ഷകരെ തെങ്ങണ വരുമ്പോഴത്തേക്കിന് നിങ്ങൾ ഈ വഴിക്കൊക്കെ വരണം. ഇഷ്ടംപോലെ കാഴ്ചകളും കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്ക് കാണാനും, നമുക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റിയ ഒരുപാട് സ്ഥാപനങ്ങളും കാര്യങ്ങളൊക്കെ തെങ്ങണയിലുണ്ട് കേട്ടോ. നമുക്കൊരു ചേട്ടനെ കേട്ടിട്ടുണ്ട്. ചേട്ടാ, ഞങ്ങൾ ട്രാവലിംഗ് ടോട്ട്സ് എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിൽ നിന്നാണ്. ചേട്ടന്റെ പേരെങ്ങനെയായിരുന്നു? എന്റെ പേര് ഷാജി. ഷാജി ചേട്ടന്റെ വീട് എവിടെയാണ്? ഇവിടെ തന്നെ കിടന്ന് വണ്ടി ഓടിക്കുക? ഇവിടെ മാർക്കറ്റിലാണ്. അപ്പം തെങ്ങിനെ കുറിച്ചുള്ള ചേട്ടന്റെ ഒരു അഭിപ്രായം എങ്ങനെയാണ്? പൊതുവേ ഉള്ള ഒരു അഭിപ്രായം, ചേട്ടന്റെ അഭിപ്രായം? തെങ്ങിനെ കുറിച്ച് നമുക്ക് പ്രത്യേകിച്ച് അഭിപ്രായം ഒന്നുമില്ല. പ്രത്യേകിച്ച് ഒരു അഭിപ്രായമില്ല ഇവിടെ തെങ്ങിനെ കുറിച്ച് പറയാനായിട്ട്. കുറെ ആൾക്കാർ നല്ല നല്ല അഭിപ്രായങ്ങൾ പറഞ്ഞല്ലോ. അല്ല എനിക്ക് പ്രത്യേകിച്ച് അഭിപ്രായം ഒന്നും പറയാനില്ല. ഒരു സംഭവം കാണിച്ചായിരുന്നേ, ഈ തിരക്കന്റെ ഈ മെയിൻ റോഡിന്റെ സൈഡിൽ തന്നെ ഒരു സംഭവം കാണിച്ചാട്ടെ. ഇവിടെ കല്യാണോ, അതാ വീട്. വിളിക്കാത്ത കല്യാണത്തിന് പോയെന്നൊന്നും പറയരുത്. ഞാൻ ഈ ഗേറ്റ് വരേ ഉള്ളൂ, എൻ്റെ അപ്പുറത്തേക്ക് ഞാൻ കയറുന്നില്ല, തിരിച്ചു പോയേക്കാം. നമുക്കിവിടെ ഒരു പെട്രോൾ പമ്പ് ഉണ്ട്, നമുക്ക് അവിടുത്തെ വിശേഷങ്ങൾക്കൊന്നും അറിയാം. ബാ, രണ്ടുപേരും അവിടെ ദുഃഖിച്ചിരിപ്പുണ്ട്. അവരുടെ എന്താ പ്രശ്നം എന്നാ നമുക്കൊന്ന് ചോദിച്ചറിയാമല്ലോ. ഭയങ്കര ടെൻഷനാന്ന് തോന്നുന്നു അവർക്ക് രണ്ടുപേർക്കും. നോക്കാലോ. ചേട്ടാ, എന്നാ ഉണ്ട് വിശേഷമൊക്കെ? ശേഷം കുഴപ്പമില്ല, നല്ല രീതിയിൽ പോകുന്നു. അവിടെ ചേട്ടന്റെ പേരെങ്ങനെയായിരുന്നു? എന്റെ പേര് തോമസ്. തോമസ് അച്ചായനാണ്. തോമസ് അച്ചായൻ എത്ര നാളായി ഈ പെട്രോൾ പമ്പില്? 2-3 വർഷമായി. തെങ്ങനെ കുറിച്ചുള്ള അഭിപ്രായം? ഇവിടുത്തെ നാട്ടുകാർ മുഴുവൻ പെട്രോൾ അടിക്കാൻ വരുന്നത് ഇവിടെയാ. അപ്പൊ ചേട്ടായി ഒന്ന് പറഞ്ഞേ. നല്ല സഹകരണം. നാട്ടുകാർക്ക് എങ്ങനെയുണ്ട്? കുഴപ്പമില്ല. നാട് എങ്ങനെയുണ്ട്? നാടും നല്ലതാ, കുഴപ്പമില്ല. ഏസി കൊടുക്കുന്നുണ്ട്. ഏസ് നോക്കി, ഈ വണ്ടി വേണം. എനിക്ക് തോന്നുന്നു ഈ വണ്ടിയുടെ ഫ്രണ്ടിൽ തൂങ്ങി കിടന്നിട്ട് എനിക്ക് ഇവിടുത്തെ ബ്ലോക്കിലൂടെയൊക്കെ യാത്ര ചെയ്യണമെങ്കിൽ ഇത് വേണം. ഇതാകുമ്പോൾ തന്നെ എല്ലാവരും വഴിയൊക്കെ സൈഡിലേക്ക് തരുമെന്ന് എനിക്ക് തോന്നുന്നു. അടുത്ത ഞാൻ ഈ തിരിച്ചു പോകുമ്പോൾ ഞാൻ ഇത്ത കയറിയേ പോകുന്നുള്ളൂ. ഇതിന്റെ ആളെ എവിടെയാണെന്ന് വെച്ചാൽ തപ്പി പിടിച്ചിട്ടുള്ളൂ ബാക്കി കാര്യം. അല്ല, ഇതിലെ കൂടെ അങ്ങോട്ട് പോകാൻ പറ്റത്തില്ലെന്ന്. എന്നാ തിരക്കാ, നിങ്ങൾ തന്നെ നോക്കി. എന്നാ തിരക്കാന്ന് നോക്കിക്കൂടെ? ഒരു രക്ഷയില്ലാത്ത തിരക്കാണ്. ഇതെവിടെ രണ്ടുപേരും ഇരിക്കും. നമുക്ക് ഇവരോട് ചോദിച്ചാലോ. ഭയങ്കര വെയിലാണ്. ഞാൻ തന്നെ വെയിലത്ത് ചുമ്മാ നടന്ന് വെള്ളം കുടിച്ചിട്ടാണെങ്കിലും ശരി, ചുമ്മാ നടന്ന് മടുത്തു. ഇവിടെ നമ്മുടെ 2-3 ചേട്ടന്മാരല്ലാതെ ഈ കൊടും വെയിലത്തിരുന്ന് ഇവിടെ ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതോ പമ്പിന്റെ ആവശ്യമായിട്ടുള്ള കുഴി എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇനി നമുക്ക് അങ്ങോട്ട് മാറാം കേട്ടോ. ഒരു രക്ഷയില്ലാത്ത വെയിലാണ് കേട്ടോ. രുചികരമായ ആഹാരം വേണം എങ്കിൽ തെങ്ങണേ വന്നു കഴിഞ്ഞാൽ ഹോട്ടൽ സീന. നമ്മൾ 3-4 ദിവസമായിട്ട് ഇവിടുന്ന് ഫുഡ് കഴിക്കുന്നത്. അതുകൊണ്ട് തന്നെ രുചിച്ചും അതിൻ്റെ ഗുണനിലവാരം അറിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ഈ കടയുടെ വീഡിയോ എടുക്കാൻ പോകുന്നത്. അടിപൊളി ഫുഡാണ്. 3 ദിവസമായിട്ട് ഇവിടെ നിന്നാണ് ഊണ് കഴിക്കുന്നത്. വാ, നമുക്കൊന്ന് കയറി നോക്കാം. ഉച്ചയൂണ് സമയമാകുന്നുള്ളൂ. ആൾക്കാരെല്ലാം വന്നുകൊണ്ടിരിക്കുകയാണ്. എങ്കിലും കുറേ ആൾക്കാർ ഇവിടെ നിന്ന് ആഹാരം കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. വാ, എണ്ണക്കടികളൊക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. നല്ല ഉണ്ടംപൊരിയുണ്ട്, അതായത് ബോണ്ട, നല്ല സുഗീനുണ്ട്, പരിപ്പോടെയുണ്ട്, ഉഴുന്നോടെയുണ്ട്, പഴംപൊരിയുണ്ട്. അതുപോലെ മീൽസ് പാഴ്സൽ കെട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇതിങ്ങനെ ഇവിടുന്ന് വന്ന് ഇഷ്ടംപോലെ ഊണുകൾ ഇങ്ങനെ പാഴ്സൽ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. തിരക്ക് തുടങ്ങിയിട്ടില്ല, തിരക്ക് തുടങ്ങാൻ പോകുന്നുള്ളൂ. നല്ല സീറ്റിംഗ് കപ്പാസിറ്റി ഉണ്ട്. എത്ര ആൾക്കാർ വന്നാലും നിറഞ്ഞിരുന്ന് ആഹാരം കഴിക്കാം. മനസ്സ് നിറഞ്ഞ് ആഹാരം കഴിക്കുക എന്നുള്ളതാണ് നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിലെ ലക്ഷ്യം, അല്ലേ? അപ്പം നല്ല ഫുഡ്, അത് സീന ഹോട്ടൽ തെങ്ങണ. അതുപോലെ തന്നെ ഹൈജീനിക്കിൻ്റെ കാര്യത്തിൽ ഇവിടുത്തെ സ്റ്റാഫുകളൊക്കെ അതിൻ്റെതായ രീതിയിലാണ് ചെയ്യുന്നത്. നെറ്റ് ക്യാപ്പ് ഉണ്ട്, ഗ്ലൗസ് ഉണ്ട്. ഇങ്ങനെയാണ് അവർ ഫുഡ് സെർവ് ചെയ്യുന്നത്. ചില ഹോട്ടലിൽ പോയി കഴിഞ്ഞാൽ ഇതൊന്നും ഉണ്ടാകില്ല. പക്ഷേ നമ്മുടെ സീന ഹോട്ടലിൽ ഇതെല്ലാം അവർ നിയമപരമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നോക്കിക്കൊണ്ട് തന്നെയാണ് ഫുഡ് സെർവ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കസ്റ്റമർക്ക്. ഇതൊക്കെ തന്നെയാണ് ഇവിടുത്തെ തിരക്കിൻ്റെ ഒരു കാരണം കൂടി ഇതും കൂടി ഉണ്ട് കേട്ടോ. ഈ ഹൈജീനിക്കിൻ്റെ കാര്യം കൂടി പ്രത്യേകിച്ച് പറയണം. വൃത്തി ആണ് മെയിൻ. വൃത്തിയുള്ളിടത്ത് നിന്ന് ആഹാരം കഴിച്ചാലേ നമുക്ക് സംതൃപ്തി ഉണ്ടാവുള്ളൂ. കാരണം ഇപ്പോൾ ഇവിടുന്ന് ഫുഡ് കഴിച്ചിട്ട് ഇറങ്ങുന്ന വഴിയല്ലേ? എങ്ങനെയുണ്ട് ഇവിടുത്തെ ഫുഡും കാര്യങ്ങളൊക്കെ? നല്ല ഫുഡാണ്. നല്ല ഫുഡാണ്. എത്ര നാളായിട്ട്? ഒരു 5-6 വർഷമായിട്ട് കഴിച്ചു. 5-6 വർഷമായിട്ട് സ്ഥിരമായിട്ട് മേളിലായിട്ട് ഇവിടുന്ന് തന്നെയാണ് ഫുഡ് കഴിക്കുന്നത്. നല്ല ടേസ്റ്റുള്ള ഫുഡ്. നല്ല ടേസ്റ്റുള്ള ഫുഡ്. ഊണൊക്കെ എങ്ങനെയുണ്ട്? സൂപ്പർ ഊണ്. സൂപ്പർ ഊണ്. രാവിലത്തെ ബീഫ് ഫ്രൈ, കറി, മീൻ കറി,
എല്ലാം ഉണ്ട്. നല്ല ഊണ് കഴിച്ചു കഴിഞ്ഞിട്ട് ഒരെണ്ണം പാഴ്സലും വാങ്ങി. അതാണ് നമ്മുടെ നല്ല കുഴപ്പമില്ല. നല്ല കുഴപ്പമില്ല. നല്ല ഊണ്. ബീഫ് ഫ്രൈ ആണെങ്കിലും വെടിക്കെട്ട് സാധനം. വെടിക്കെട്ട് ബീഫ് ഫ്രൈ അല്ലേ? അപ്പൊ ഇന്ന് ഞാനും ബീഫ് ഫ്രൈയും കൂട്ടി ചോറ് കഴിച്ചിട്ട് ഞാനും പോകുന്നു. അത്രേ ഉള്ളൂ. ഓക്കെ. ഇവിടെ നല്ല ഫാമിലി റൂമും ഉണ്ട്. നല്ല സൗകര്യമുള്ള ഫാമിലി റൂമാണ്. ഇവിടെ ഒരു ഫാമിലി ഉണ്ട്. നമുക്ക് ഫുഡിന്റെ കാര്യങ്ങളൊക്കെ അവർ തന്നെ ചോദിക്കാം. ചേട്ടാ, എങ്ങനെയുണ്ട് ഫുഡ്? എങ്ങനെയുണ്ട് ഇവിടുത്തെ? ഞങ്ങൾ ഇടുക്കിക്കാരാണ്. ഇടുക്കിയിൽ നിന്ന് വന്നേക്കുന്നത്? ഇടുക്കിയിൽ നിന്ന് വന്നാൽ ഞങ്ങൾ ആശുപത്രി പറഞ്ഞിട്ട് വന്നതാണ്. ഇവിടെ ഞങ്ങളുടെ ബന്ധുവിന്റെ വീടുണ്ട്. ഓക്കെ. അവിടെ കയറിയിട്ട് ഞങ്ങൾ കോട്ടയത്തിന് പോകാനാണ്. നല്ല ഫുഡാണ്. നല്ല ഫുഡാണ്. ഒരു സിംഗിൾ ചോദിച്ചപ്പോൾ ഫുൾ ബിരിയാണി കിട്ടി. നല്ല എല്ലാ സമയവും നല്ല. ചേച്ചിക്കും എങ്ങനെ അതേ അഭിപ്രായം തന്നെയാണ്? കുഴപ്പമൊന്നുമില്ല. നല്ല ഫുഡാണ്. വില നിലവാര പട്ടിക കണ്ടാലോ? നേരെ നല്ല വിശപ്പുണ്ട്. അപ്പോൾ ചോറ് കഴിക്കാൻ വേണ്ടി ഇരിക്കുകയാണ്. പപ്പടവും ചോറും അതേപോലെ തന്നെ കറികളെല്ലാം വന്നിട്ടുണ്ട്. പരിപ്പാറി വന്നിട്ടുണ്ട്, തോരൻ വന്നിട്ടുണ്ട്, തൈര് വന്നിട്ടുണ്ട്, മീൻപീര വന്നിട്ടുണ്ട്, അച്ചാർ വന്നിട്ടുണ്ട്, അവിയൽ വന്നിട്ടുണ്ട്. പിന്നെ അവരുടെ സ്പെഷ്യൽ മുളകമ്പന്തിയും വന്നിട്ടുണ്ട്, മോരുമുണ്ട്, പുളിശ്ശേരിയുണ്ട്, സാമ്പാറുണ്ട്. അങ്ങനെ അപ്പോൾ ഇനി ഫുഡ് കഴിച്ചതിന് ശേഷം ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് പറയാം. ആദ്യം വിശപ്പ്, അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ ബാക്കിയെന്ന്. മീൻകറി എന്നെ ഒഴിച്ചും കഴിച്ചാലാം. മീൻപീര ഇട്ട് ഇങ്ങനെ കുഴച്ച് കുറച്ച് അവിയലും എടുത്ത് കുഴച്ചിട്ടുണ്ടല്ലോ, ഒരു പിടുത്തങ്ങ് പിടിക്കും. ഇവിടുത്തെ ബീഫ് ഫ്രൈ അടിപൊളിയാന്ന് പറഞ്ഞു. നമുക്കൊരു ബീഫ് ഫ്രൈ ഓർഡർ ചെയ്യാം. നിങ്ങളോട് നോക്കാമല്ലോ. പറഞ്ഞാൽ മാത്രം പോലോ, കഴിച്ചും കൂടി നോക്കണ്ടേ? നോക്കാമോ? നമ്മൾ പറഞ്ഞ ബീഫ് ഫ്രൈ വന്നിട്ടുണ്ട് കേട്ടോ. ബീഫ് ഫ്രൈ നമുക്ക് ബീഫ് ഫ്രൈ കഴിച്ചു നോക്കാം കേട്ടോ. ആദ്യം തന്നെ ഒരു പീസ് എടുത്ത് കഴിച്ചു നോക്കാം. നല്ല മൊരിഞ്ഞ ബീഫ് ഫ്രൈ ആണ്. മസാല എല്ലാം കറക്റ്റാണ്. അടിപൊളി ബീഫ് ഫ്രൈ ആണ്. ആ ചേട്ടന്മാർ പറഞ്ഞ പോലെ ബീഫ് ഫ്രൈ ഒരു രക്ഷയില്ല. ഒരു പീസ് ബീഫ് ഫ്രൈ ഒക്കെ എടുത്തിട്ട് ഈ ചോറിനകത്തേക്ക് ഇങ്ങനെ വെച്ച് 2 സവോളയൊക്കെ വെച്ചിട്ടുണ്ട്. ചുമ്മാ പറയല്ല, സൂപ്പർ ബീഫ് ഫ്രൈ ആണ്. നമ്മളിപ്പം സീന ഹോട്ടലിന്റെ ഫ്രണ്ടിലാണ് ഉള്ളത്. അപ്പം സീന ഹോട്ടലിലെ ഓണറായ സിയാദിക്കാണ് ഉള്ളത്. നമുക്ക് ഈ ഹോട്ടലിന്റെ വിവരങ്ങളും വിശേഷങ്ങളൊക്കെ ചോദിച്ചറിയാം. പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് സാറിന്റെ പേരൊന്ന് പറയുമായിരുന്നു. സിയാദിന്റെ പേര്. സിയാദ്. പിന്നെ എത്ര വർഷമായി? 50 വർഷം 55 വർഷമായി. 55 വർഷമായിട്ട് തെങ്ങണയിലുള്ള ആദ്യത്തെ ഹോട്ടലാണ് സീന. ഞങ്ങളിവിടെ ഫുഡെല്ലാം കഴിച്ചായിരുന്നു. ഉച്ചയ്ക്ക് ഊണ് ഞങ്ങൾ കഴിച്ചായിരുന്നു. ഞങ്ങൾ കഴിച്ചിട്ട് ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു. ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ട് ഇവിടെ വന്ന 3-4 കസ്റ്റമറോട് നമ്മൾ ചോദിക്കുകയും ചെയ്തു. അവരെല്ലാം നല്ല അഭിപ്രായമാണ് പറഞ്ഞത്. അതായത് തെങ്ങണയിൽ വന്നു കഴിഞ്ഞാൽ സീന ഹോട്ടലിൽ വന്ന് ഫുഡ് കഴിക്കണം എന്നാണ് അവർ നമ്മളോട് പറഞ്ഞത്. പിന്നെ ഇത്രയും നല്ല ആഹാരം ഇവിടുത്തെ ജനങ്ങൾക്ക് കൊടുക്കുന്ന ഒരു സ്ഥാപനമാണ്. അപ്പം നമുക്ക് പ്രേക്ഷകരോട് പറയാനുള്ളത്, തെങ്ങണയിൽ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ സീന ഹോട്ടലിൽ വന്നിട്ട് പ്രത്യേകിച്ചും ഇവിടുത്തെ ബീഫ് ഫ്രൈയും പൊറോട്ടയും ഒരു രക്ഷയുമില്ല. അപ്പം ഞങ്ങൾ സീന ഹോട്ടലിൽ നിന്ന് ഇറങ്ങുവാണ്. അപ്പോൾ ശരി, ഒരുപാട് താങ്ക്സ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അപ്പം ഞങ്ങളുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് അടിക്കുക, ബെല്ലൈക്കൺ ചെയ്യുക, കമന്റ് ഇടുക. ട്രാവലർ ടൂർസിന്റെ യാത്രകൾ ഇവിടെ കൊണ്ട് അവസാനിക്കുന്നില്ല. നമുക്ക് ഇനി മറ്റൊരു മനോഹരമായ കാഴ്ചയും അവിടുത്തെ വിശേഷങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ ഓക്കെ.